നമസ്കാരം, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ലഞ്ച് മെനു റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു ബിണ്ടി ഫ്രൈ, ഒരു ലെമൺ ജിഞ്ചർ രസം, പിന്നെ ഒരു പരിപ്പ് കറി, പിന്നെ ഒരു നമ്മുടെ പേരയ്ക്ക വെച്ചിട്ട് ഒരു അച്ചാർ. അപ്പോൾ നമുക്ക് അതിന് ആദ്യമായിട്ട് എണ്ണ ചേർത്തിട്ട് അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടുമ്പോൾ കടലപ്പരിപ്പും ഉഴുന്ന് പരിപ്പും 1/4 ടീസ്പൂൺ വീതം ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ കടുകാണ് ഞാൻ ചേർത്തത് ആദ്യം. ഒരു ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് ചെറുതായി മുറിച്ചെടുത്ത വെണ്ടയ്ക്ക നല്ലപോലെ കഴുകി തുടച്ചിട്ട് ഇതുപോലെ ചെറുതായി മുറിച്ചെടുക്കുക. നല്ല പിഞ്ച് വെണ്ടയ്ക്കയാണിത്. ഒരു 150 ഗ്രാം വെണ്ടയ്ക്കയുണ്ട്. അപ്പോൾ നമ്മളിതും ചേർത്തിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ. നമ്മളിതിൽ വെള്ളമോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. പിന്നെ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്കിനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കണം. അതും ചേർത്ത് നമുക്ക് ഇതുപോലെ ചെറുതീയിൽ വെച്ച് നല്ലപോലെ വെണ്ടയ്ക്കൊക്കെ നല്ല ഫ്രൈ ആയി വരുന്നത് വരെ നമുക്ക് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇതിലേക്ക് നമുക്ക് ഒരു നുള്ളു പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. ആ വെണ്ടയ്ക്കയുടെ കളറൊന്നും മാറാതെ അങ്ങനെ തന്നെ ഒരു പച്ച കളറിലായിട്ട് കിട്ടാനായിട്ടാണ് നമ്മളത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വെണ്ടയ്ക്കൊക്കെ നല്ലപോലെ ഫ്രൈ ആയി കഴിഞ്ഞു. ഇനി നമുക്ക് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ നമ്മുടെ പൊട്ടുകടല എന്നൊക്കെ പറയില്ലേ, അത് പൊടിച്ചെടുത്ത് അതും കൂടെ ചേർത്ത് കൊടുക്കാം. അത് ചേർക്കുമ്പോൾ നല്ല ക്രിസ്പായിട്ടുള്ളൊരു വെണ്ടയ്ക്ക ഫ്രൈ നമുക്ക് കിട്ടും. നല്ലൊരു സ്വാദുമാണ്. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക ഫ്രൈ റെഡിയായി. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ തന്നെ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇത് നമുക്കതൊരു പകുതി പഴുത്ത ഒരു പേരയ്ക്കാണിത്. അപ്പോൾ ഒരു വലിയ പേരയ്ക്കയുടെ പകുതിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നല്ലപോലെ പഴുത്തിട്ടില്ല, ഒരു 1/4 ഭാഗം പഴുത്തതാണിത്. അപ്പോൾ നമുക്കത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ട് ഇതിൽ ഉപ്പും നമുക്ക് മുളക് പൊടിയും കുറച്ച് കായപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് അങ്ങനെ ഇളക്കി യോജിപ്പിച്ച് വെച്ചാൽ നല്ലൊരു ടേസ്റ്റുള്ള ഒരു പേരയ്ക്ക അച്ചാർ റെഡിയാവും. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിലേക്ക് കടുകും വറുത്ത് ചേർക്കാവുന്നതാണ്. ഞാൻ കടുകൊന്നും ചേർത്തിട്ടില്ല. അങ്ങനെ തന്നെ ഇത് കഴിക്കാൻ നല്ല സ്വാദാണ്. ഇത് നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിത് വെറുതെ കഴിക്കാൻ തന്നെ നല്ല രസമാണിത്. അപ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കണമെന്നൊന്നുമില്ല, വെറുതെ കഴിക്കാൻ തന്നെ നല്ലൊരു രുചിയുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് കുറച്ച് മുളക് പൊടിയും കുറച്ച് കായപ്പൊടി, ഒരു നുള്ളു കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചാൽ നമ്മുടെ പേരയ്ക്ക കൊണ്ടുള്ള അച്ചാർ റെഡിയായി. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ലെമൺ ജിഞ്ചർ രസമാണ്. അപ്പോൾ ഇനി അതിനെന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. നമുക്ക് ഒരു പരിപ്പ്, ഞാൻ തൂരപ്പരിപ്പും ചെറുപരിപ്പും രണ്ടും പകുതി എടുത്തിട്ട് 1.5 ടേബിൾ സ്പൂൺ വീതം എടുത്തിട്ടുണ്ട്. 2-3 പ്രാവശ്യം നല്ലപോലെ കഴുകിയിട്ട് നമുക്ക് വെള്ളം ചേർത്തിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 കപ്പ് വെള്ളവും ചേർത്തിട്ട് നമുക്കൊരു 5 വിസിൽ വരുന്നവരെ നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്കത് തനിയെ വേണമെങ്കിൽ തൂരപ്പരിപ്പും ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ചെറുപരിപ്പ് തനിയെ എടുത്താലും നന്നായിരിക്കും. അപ്പോൾ നമ്മളൊരു പാനിലേക്ക് നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് ജീരകവും കടുകും ഇട്ടിട്ട് നമുക്കതിലേക്ക് തക്കാളി ചെറുതായി മുറിച്ചത്, ഒരു വലിയ തക്കാളിയാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ പച്ചമുളക് ഇങ്ങനെ കീറിയത് അത് ചേർത്ത് കൊടുക്കാം 2 എണ്ണം. പിന്നെ ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ട് അത് ചെറുതായി മുറിച്ചിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി ഒരു മിനിറ്റ് നേരം ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ അതിന് നല്ലപോലെ ഇത് വഴണ്ട് വന്നതിന് ശേഷം നമുക്കതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഈ ലെമൺ രസം നല്ലൊരു സ്വാദുള്ളൊരു രസമാണ്. ആ ഇഞ്ചിയുടെ ടേസ്റ്റും ലെമണിൻ്റെ ടേസ്റ്റും, നമ്മളിതിൽ പുളിയൊന്നും തന്നെ ചേർക്കുന്നില്ല. അതിന് ഒരു തക്കാളി മാത്രമാണ് അതിൽ ചേർത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് ഒരു നുള്ളു കായപ്പൊടി ചേർത്ത് കൊടുക്കാം. വെള്ളം 1 കപ്പ് ചേർത്തിട്ട് ഒരു 10 മിനിറ്റ് നമുക്കിത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ച് വേവിച്ചെടുക്കണം. തക്കാളിയൊക്കെ നല്ലപോലെ വെന്ത് വരണം. വെന്ത് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം, 1/4 ടീസ്പൂൺ. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഒരു 10 മിനിറ്റ് നല്ലപോലെ തിളപ്പിച്ചെടുക്കണം. അപ്പോൾ
നല്ലപോലെ തിളച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളതിലേക്ക് പരിപ്പും ചേർത്ത് കൊടുക്കും. പരിപ്പ് ചേർത്ത് മല്ലിയിലയൊക്കെ ചേർത്തിട്ട് വേണമെങ്കിൽ ഇതിലേക്ക് നമുക്ക് ഒരു രസപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം, 1/4 ടീസ്പൂൺ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. അതും കൂടെ ചേർത്തിട്ട് നമുക്ക് പരിപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പരിപ്പ് നല്ലപോലെ വെന്തുടഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ചേർത്തിട്ട് നമുക്ക് പിന്നെ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കണം. 1/2 കപ്പ് വെള്ളം കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അവസാനമായിട്ട് ഇതിലേക്ക് ഞാൻ കുരുമുളകും ജീരകവും കൂടെ പൊടിച്ച് വെച്ചത് അതും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലപോലെ തിളച്ച് വന്നതിന് ശേഷം നമുക്ക് മല്ലിയിലയും കുരുമുളകും ജീരകവും കൂടെ പൊടിച്ചതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ലെമൺ ജിഞ്ചർ രസം റെഡിയായി. ഇപ്പോൾ ഞാൻ കുരുമുളകും ജീരകവും കൂടെ പൊടിച്ചതും കൂടെ അതിലേക്ക് ചേർത്തു. അതും ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചാൽ നമ്മുടെ ജിഞ്ചർ രസം റെഡിയായി. നമുക്കതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂട് ആറിയ ശേഷം വേണം നമുക്കതിലേക്ക് ലെമൺ ഒഴിച്ച് കൊടുക്കാൻ. അപ്പോൾ നിങ്ങളുടെ പുളിക്കനുസരിച്ച് നിങ്ങൾക്ക് 1 ലെമണോ പകുതി ലെമണോ നിങ്ങളുടെ സ്വാദിനനുസരിച്ച് നിങ്ങൾക്ക് അതിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ലെമൺ ജ്യൂസ്. ഇപ്പോൾ നമ്മുടെ നല്ല രുചിയുള്ള ലെമൺ ജിഞ്ചർ രസവും റെഡിയായി. ഇനി നമുക്കൊരു സിമ്പിളായിട്ടുള്ളൊരു പരിപ്പ് കറി, കേരള സ്റ്റൈലിൽ ഒരു പരിപ്പ് കറി. തേങ്ങ ഒന്നും തന്നെ ഞാൻ ചേർക്കുന്നില്ല ഇന്നത്തെ റെസിപ്പീസിൽ. അപ്പോൾ തേങ്ങയില്ലാതെ ഉള്ള പരിപ്പ് കറി. നമുക്ക് 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം ഒരു പാനിലേക്ക്. എന്നിട്ട് നമുക്ക് കടുക് ഇട്ടിട്ട് കടുക് പൊട്ടുമ്പോൾ അതിലേക്ക് കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കാം. ജീരകം ചേർത്തിട്ട് പിന്നെ അതിലേക്ക് നമുക്ക് ചുവന്ന മുളക്, വറ്റൽ മുളക് എന്നൊക്കെ പറയില്ലേ, അത് നമുക്ക് 2 എണ്ണം ചേർത്ത് കൊടുക്കാം. പച്ചമുളക് 2 എണ്ണം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമുക്ക് എരിവിനുള്ളത്. പിന്നെ നമ്മൾ കറിവേപ്പില അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം നമുക്കതിലേക്ക് സവാള ചെറുതായി മുറിച്ചത് ഒരു സവാള ചേർത്തിട്ടുണ്ട് ഞാൻ. നമുക്ക് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് ചേർത്താൽ നല്ല സ്വാദായിരിക്കും. അപ്പോൾ അതും ചേർത്ത് സവാളയൊക്കെ നല്ലപോലെ വഴണ്ട് വരുമ്പോൾ അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കാം. അതും ചേർത്തിട്ട് പിന്നെ നമ്മളതിലേക്ക് ഒരു തക്കാളിയും ചെറുതായി മുറിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ നിങ്ങൾ പരിപ്പിൻ്റെ കൂടെ വേണമെങ്കിൽ ഈ സവാളയും തക്കാളിയും ഒക്കെ പരിപ്പ് വേവിക്കുമ്പോൾ തന്നെ കൂടെ ചേർത്തും വേവിക്കാവുന്നതാണ്. ഞാനിതിങ്ങനെ വഴറ്റിയിട്ടാണ് ഇടുന്നത്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് നല്ലപോലെ ഒന്ന് വഴണ്ട് വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. നല്ലപോലെ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം പിന്നെ നമുക്ക് പരിപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിതിലേക്ക് ഒരു നുള്ള് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലപോലെ വഴണ്ട് വന്നു കഴിഞ്ഞു. അപ്പോൾ നമുക്കതിലേക്ക് വെള്ളം ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ ഞാൻ ഇതേപോലെ തുവരപ്പരിപ്പും ചെറുപരിപ്പും രണ്ടും പകുതിയാണ് എടുത്തിരിക്കുന്നത്. അത് മഞ്ഞൾപ്പൊടി ചേർത്ത് നല്ലപോലെ വേവിച്ച് അതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 2 ടേബിൾ സ്പൂൺ വീതം എടുത്തിട്ടുണ്ട് ഞാൻ രണ്ടും. ഇപ്പോൾ ഈ പറയുന്ന അളവുകളൊക്കെ നമുക്കൊരു 3 പേർക്ക് കഴിക്കാൻ, 3 പേർക്ക് അല്ലെങ്കിൽ 2 പേർക്ക് എന്തായാലും കഴിക്കാം. 3 പേർക്ക് ഏകദേശം കഴിക്കാവുന്ന അളവാണ് ഞാൻ പറയുന്നത് ഇന്നത്തെ റെസിപ്പിയിൽ. അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു പരിപ്പ് കറിയും റെഡിയായി. ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല സ്വാദുള്ള വിഭവങ്ങളാണ്. നിങ്ങളെല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്.